പാടുന്നതിന് പറയണല്ലോ പറയാനുള്ളത് वो उसके बाप की कुर्सी नहीं है वो और उसे छोड़नी पड़ेगी लड़की के साथ या लड़के के साथ तब इनकी उठती है ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ വേടന്റെ ഒരു പാട്ടും പ്രസംഗവും വലിയ വിവാദമാണ്. ആ പാട്ടും പ്രസംഗവും രണ്ടും ഞാൻ സൈഡിൽ വെച്ച് തരാം. സംഘപരിവാർ പറയുന്നത് വേടൻ വലിയൊരു രാജ്യദ്രോഹിയാണ്, വേടനെ എങ്ങോട്ടെങ്കിലും ഓടിക്കണം, വേടനെ അറസ്റ്റ് ചെയ്യണം, ആ പാട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരോധിക്കണമെന്നാണ് പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, പാവങ്ങളായ ഡൽഹിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വേടൻ പ്രസംഗിച്ചത്. അതിന് പറയുകയാണ് വേടനെ എങ്ങോട്ടെങ്കിലും ഓടിക്കണമെന്ന്. പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്ക് അടക്കാം. ഒരു കുഞ്ഞു കാര്യം പറയാം. വേടനെ ഇഷ്ടമുള്ള എല്ലാവരും, ഡൽഹിയിൽ സമരം ചെയ്യുന്ന ആ പാവങ്ങളെ ഇഷ്ടമുള്ള എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. അറിയാൻ വേണ്ടിയിട്ടാണ്, ഹൈപ്പ് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ നരേന്ദ്രമോദി കാണിക്കുന്ന ഈ വൃത്തികേട് നാലാളിലേക്ക് അറിയാൻ പറ്റും, വീഡിയോ കുറെ പേരിലേക്ക് എത്തും. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൊന്നു പ്രേക്ഷകരെ, വേടന്റെ 4 സ്പീച്ച് ഉണ്ട്, എല്ലാം ഞാൻ വെച്ചു തരാം. ഒരു പെൺകുട്ടി നരേന്ദ്രമോദിയെ പഞ്ഞിക്കിടുന്നത് നിമിഷ നേരം കൊണ്ട് വൈറലാണ്. 5 മിനിറ്റ് കൊണ്ട് മില്യൺ കണക്കിന് വ്യൂസ് ആണ് കിട്ടിയത്. ആ പെൺകുട്ടിയുടെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് കുറെ പേര് രംഗത്ത് വരുന്നുണ്ടെങ്കിലും കുറെ പേര് ആ പെൺകുട്ടിക്ക് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ പെൺകുട്ടിയുടെ വൈറൽ സ്പീച്ച് ആണ്, നമുക്കൊന്ന് കേൾക്കാം. उसके बाप की नहीं है वो। अरे हिंदुस्तान के लोगों का हक है, हिंदुस्तान का हक है उस पे। एक एक वोट से बनाए वो, ठीक है, एक एक वोट जो वोट दिया ना जिन्होंने, उससे बनाए वो। उसके बाप की कुर्सी नहीं है वो और उसे छोड़नी पड़ेगी और वो छोड़ेगा वो। जो चाय वाला है उसके हाथ में चाय पी के गंदा कफ पकड़ाना था, उसके हाथ में देश पकड़ा दिया। और आजकल मेरी बात सुनो, आजकल बच्चों का डायपर नहीं लीक हो रहा और उसने नीट के पेपर लीक करवा दिए। अरे जाओ, मेरी 2 बेटियां हैं, मैं उनके लिए आज आई हूँ। 10 साल बाद मेरी बेटी 16 साल की हो जाएगी, ठीक है। मैं किस लिए आई हूँ? इसलिए आई हूँ कि ये मेरा जो देश डूब रहा है ना, उसको बचाना है हम लोगों को। वो कुछ नहीं करेगा, उसको अपनी कुर्सी छोड़नी होगी भाई। मोदी तेरी तानाशाही नहीं चलेगी, मोदी तेरी तानाशाही नहीं चलेगी। जब मोदी डरता है पुलिस को आगे करता है। ഓക്കെ പൊന്നു പ്രേക്ഷകരെ, പറയുന്നത് മോദി, നരേന്ദ്രമോദി ഒരു ചായക്കാരനാണ്, അയാൾക്ക് വിദ്യാഭ്യാസമില്ല, അയാൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ പഞ്ഞിക്കിടുകയാണ്. ഇത് ശരിയെന്ന് തോന്നുന്നു എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇത് ശരിയെന്ന് തോന്നുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ പേഴ്സണലി പറയുന്നത് നരേന്ദ്രമോദി ചായക്കാരനാണ്, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അയാൾക്ക് ഇത്തിരി നട്ടലില്ലെന്ന് ഞാൻ പറയും. അതായത് നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ചോദ്യ പേപ്പറൊക്കെ എല്ലാവർക്കും കൊടുക്കും, അതിനൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് അങ്ങേര് നടക്കുന്നത്? വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ വേടന്റെ 4-5 പ്രസംഗമുണ്ട്, ഒന്നൊന്നായിട്ട് നമുക്ക് കേൾക്കാം. പാടുന്നതിന് പറയണല്ലോ പറയാനുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ പ്രകടനമൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കിയിരിക്കല്ലേ ചെയ്യേണ്ടത്. ഇത് സ്പ്രെഡ് ചെയ്യണം. 2 ദിവസം മുന്നേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് നടന്നത് ഏറ്റവും വലിയ അനീതിയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടണം. അപ്പോ ഇതേപോലുള്ള സമരങ്ങള്, വിദ്യാർത്ഥികളുടെ ആവശ്യം വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഒരു അനീതി നടന്നു, ആ അനീതിക്ക് കാരണക്കാരനായ അയാളെ പുറത്താക്കിയിട്ട് പിള്ളേർക്ക് നീതി വേണം എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. ആ നീതി നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെയുള്ള യുവതലമുറകള് ഇനിയും തെരുവുകളിലേക്ക് ഇറങ്ങും. ജയ് ഭീം. താങ്ക് യു സോ മച്ച് മക്കളെ. അപ്പൊ അതൊക്കെ സകലതും ഓർത്തു വെക്കപ്പെടും. മക്കളെ, ഇത്രയുള്ള നമ്മുടെ പരിപാടി. എല്ലാവർക്കും ഓക്കെ, ബാക്കി വെച്ച് തരാം. ഇനിയുമുണ്ട് വേടന്റെ പാട്ട്, വെച്ച് തരാം. ഒരു കാര്യം പറയാൻ പൊന്നു പ്രേക്ഷകർ, ഇതിൽ എന്ത് തെറ്റാണുള്ളത്? വേടൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ചിലർക്ക് കുരുപൊട്ടുകയാണ്. ബാക്കിയും കൂടി കേൾക്കാം. തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ. വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം. മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ വാ. തണൽ കൊതിച്ചവർക്ക് ഒറ്റമരക്കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം. ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം. നീ വാ.
അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല. മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല. വാ, എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ. എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ. എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം. എവിടെ ചങ്ങലകൾ അവിടെ. ഓക്കെ പ്രേക്ഷകരെ, ബാക്കി വെച്ച് തരാം. ഈ പാട്ടിന് നല്ല അർത്ഥമുണ്ട്. അതായത് വേടന്റെ പാട്ട് കാണുന്നത് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാരാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന് കൊള്ളുന്നത്. വേടൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വേടൻ വലിയൊരു രാജ്യദ്രോഹിയാണ്. ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ഞങ്ങളുടെ രാജ്യാവകാശമാണ് വിദ്യാർത്ഥികളുടെ രാജ്യാവകാശം. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നിലവിലുള്ള പ്രതിസന്ധിയുടെയും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളോടുള്ള വഞ്ചനയുടെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉടനടിയുള്ള രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യ അവസരങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നയിക്കാനുള്ള ധാർമ്മിക അധികാരമല്ല അത്. അപ്പൊ അത് സർവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണ്. ഇത് സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമൊട്ടാകെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ജയ് ഭീം. ഓക്കെ പ്രേക്ഷകരെ, എന്ത് തെറ്റാണ് വേടൻ പറഞ്ഞത്? ഇവ പറയുകയാണ് വേടനെ അറസ്റ്റ് ചെയ്യണമെന്ന് കുറെ സംഘപരിവാർ കമന്റ് ഇടുകയാണ്. വളരെ കഷ്ടം. എന്റെ പൊന്ന് BJP-ക്കാരാ, നിങ്ങൾ ഇത്തിരി ചിന്തിക്ക്. നിങ്ങളെ മക്കൾക്ക് നാളെ വരും. ഓക്കെ, നമുക്ക് വേറെ ചില പെൺകുട്ടികൾ നരേന്ദ്രമോദിയെ പഞ്ഞിക്കിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം. तब इनकी उड़ती है कि घर में नहीं पता कि हम यहाँ पे आए, बैग में स्कूल यूनिफॉर्म है, झूठ बोल के आए प्रोटेस्ट में, क्योंकि हमें अपना फ्यूचर की चिंता है. हमें चाय नहीं बेचना बड़े होके उनकी तरह, मोदी की तरह. मित्रों मित्रों कहते हैं, हमें कहेंगे मित्रों मित्रों. मित्र मानो ना, मित्रों कहने से काम नहीं चलता है. मित्र मानना भी पड़ता है. मन की बात कहते हैं. अरे तुम यहाँ पे एक बार देखने तो आ जाते, क्या हाल हो रहा है. हाथ उठ रहे, तुमने एक बार भी आके देखा. मैं भी सपोर्ट करती थी BJP को, पर अब मजाल है मैं किसी को दे दूं तो वोट. हम जानते हैं आज तक हमारे परिवार में किसी ने मोदी को सपोर्ट नहीं किया है, क्योंकि पढ़े लिखे लोग नहीं करते हैं. ये अंधभक्त होते हैं ना, वही करते हैं. सिर्फ अंधभक्ति करते सपोर्ट मोदी को. ഓക്കെ പ്രേക്ഷകരെ, പാവങ്ങളാണ് പ്രേക്ഷകരെ. ഈ പാവങ്ങളെയാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ആക്രമിക്കുന്നത്. എന്താ അല്ലേ? ഒരു യുവതി ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട്. അത് ഇത്തിരി വിവാദമാണ്. എന്തിന് ആ ഒരു യുവതി അങ്ങനെ വാർത്ത കൊടുത്തു എന്നാണ് സംഘികൾ പറയുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വാർത്ത ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് എവിടെയായിരുന്നു, രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നവരോടാണ്, മോദി മീഡിയ അജണ്ടകളോട് പക്ഷം ചേരുന്നവരോടാണ്. ഡൽഹി ഒരു സമരക്കളമാകുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പോഷക സംഘടനകളും ഇതേ വിഷയം ഉന്നയിച്ച് സമരരംഗത്തായിരുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയ ഉടനെ നീറ്റ് ഈസ് നോട്ട് നീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യയിൽ ആദ്യമായി തെരുവിലിറങ്ങിയ സംഘടനയുടെ പേര് NSUI എന്നാണ്. 2026 മെയ് 16 NSUI NTA ആസ്ഥാനത്ത് ഉപരോധം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഡൽഹി തീൻമൂർത്തി സർക്കിളിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്ക് ശക്തമായ മാർച്ച് നടത്തി. മെയ് മാസം മുതൽ NSUIയുടെ സംസ്ഥാന ഘടകങ്ങളായ KSU ഉൾപ്പെടെ സംസ്ഥാന തലങ്ങളിൽ സമരരംഗത്താണ്. ജൂൺ 13 രാഹുൽ ഗാന്ധി രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ചു. 15 അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി ഛാത്രോം കി ഗൂഞ്ച് എന്ന ദേശീയ പ്രചരണ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ജൂൺ 17 ആയിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മത്സര പരീക്ഷകളുടെ കേന്ദ്രമെന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ടയിലെ ആ മഹാസംഗമം സംഘടിപ്പിച്ചത്. ജൂലൈ 17 ഡെറാഡൂവിൽ വെച്ച് നടത്തിയ മഹാസംഗമത്തിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിട്ടു. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുതിർന്ന നേതാക്കന്മാരും എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റുകളും ചേർന്ന് പത്രസമ്മേളനങ്ങൾ നടത്തി. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ തന്നെ മിന്നൽ സമരം നടത്തി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരെ തെരുവിലൂടെ വലിച്ചിഴച്ചു, മുഖത്ത് ചവിട്ടി അധിക്ഷേപിച്ചു. CJPയുടെ ആദ്യ തെരുവ് സമരം ആരംഭിക്കുന്നത് ജൂൺ 6 അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ്. ജൂൺ 28 സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിക്കുന്നത്. അവിടെ വിദ്യാർത്ഥികളെ പോലീസ് അതിക്രൂരമായി ആക്രമിച്ചപ്പോൾ അതിനെതിരെ ഓൺലൈനിൽ പോലീസിനെതിരെ ക്യാമ്പയിനിങ് ആരംഭിക്കുകയും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കറെ കാണുകയും ചെയ്തു. വിദ്യാർത്ഥികളെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എല്ലാവരുടെയും സമരങ്ങളെ, ത്യാഗങ്ങളെ വിലമതിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന സമയത്തും ഒറ്റയ്ക്ക് പോരാട്ടത്തിനിറങ്ങിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ന് ഇന്ത്യയൊട്ടാകെ ഒന്നിച്ചു നിൽക്കുമെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തന്നെയാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ പിന്നോട്ടല്ല, ഒന്നിച്ച് മുന്നോട്ടാണ്.
ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ വലിയൊരു ജിഹാദി പെൺകുട്ടിയായിട്ടുണ്ട്. ഇതിനെതിരെ ആര് സംസാരിച്ചാലും അവർ ജിഹാദികൾ എന്നാണ് സംഖ്യകൾ പറയുന്നത്. നാണമുള്ള സംഖ്യകൾ എങ്ങനെ പറയാൻ? ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, മറ്റൊരു പെൺകുട്ടി നരേന്ദ്രമോദിയെ പഞ്ഞിക്കിടുന്നുണ്ട്. നമുക്കതും ജസ്റ്റ് ഒന്ന് കേൾക്കാം. ना पॉलिटिक्स का पता है ना, मैं गवर्नमेंट से बड़ी हूँ, मुझे जेन्युइनली इन चीज़ों की समझ इतनी नहीं है. मुझे बस इतना पता है कि सही क्या है गलत क्या है, और आपको दिल में महसूस हो जाता है जब कोई चीज़ सही होती है, कोई चीज़ गलत होती है, और हम सबको फील हो रहा है. आई एम श्योर जो पुलिस वाले ये चीज़ें कर भी रहे हैं, मैं जेन्युइनली मुंबई पुलिस में बहुत मानती हूँ और बहुत रिस्पेक्ट करती हूँ, क्योंकि मेरा जन्म यहाँ हुआ है. हर तकलीफ से उन्होंने ही बचाया है जब भी हुआ है. सो मेरा फेथ भी उनमें बहुत है. बट अब कुछ 4 पुलिस वाले अगर कुछ गलत कर रहे हैं तो उसका ब्लेम मैं पूरे मुंबई पुलिस पे तो नहीं दे सकती. सो जिस तरीके से वहाँ गलत तरीके से ट्रीट किया, उतने ही अच्छे तरीके से यहाँ ट्रीट किया, विच वाज वेरी नाइस टू सी. सो माई होल पॉइंट इज़, हम सबको पता है कि गलत क्या है सही क्या है. सब सिर्फ एक ही चीज़ मांग रहे हैं, विच इज़ अ कॉन्वर्जेशन. वन कॉन्वर्जेशन विल जेन्युइनली सॉल्व एवरीथिंग. आप एटलीस्ट बात करिए, और बात करके ही चीज़ें सॉल्व होती हैं. घरों में भी, देश में भी, इंटरनेशनली भी. कॉन्वर्जेशन इज़ द, कम्युनिकेशन इज़ द की. आप बात करेंगे, चीज़ें सॉर्ट हो जाएंगी. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ പെൺകുട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. SLC ഒരു എക്സാമ്പിളാണ്. SSLC ഫൈനൽ എക്സാം നാളെ. എന്നാൽ 2 ദിവസം മുമ്പ് BJPയുടെ നേതാക്കൾ, ആരൊക്കെ BJPക്കാരുണ്ട്, അവർക്കൊക്കെ ചോദ്യപേപ്പർ 2 ദിവസം മുമ്പേ കൊടുക്കുന്നുണ്ട്. ഇന്ന മക്കളെ, നിങ്ങളെല്ലാം നോക്കി പഠിച്ചിട്ട് വന്ന് എഴുതിയാൽ മതിയെന്ന്. അവറ്റകൾ അത് നേരെ നോക്കിയിട്ട് എന്തെങ്കിലും കോപ്പി അടിച്ചിട്ട് പോയിട്ട് നേരെ എഴുതുന്നുണ്ട്. പാസ്സാവുന്നുണ്ട്, 100% മാർക്ക് നേടുന്നുണ്ട്. നല്ലവരായ പഠിച്ചിട്ട് വന്നവർക്ക് ആകെ 60%. ഇവറ്റകൾക്ക് 100% മാർക്കും കിട്ടുന്നുണ്ട്. വലിയ ഡോക്ടറോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ ഇവറ്റകളാവുന്നുണ്ട്. പക്ഷേ ഒരു രോഗി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവറ്റകർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവറ്റകൾ എടുക്കുന്ന പണി ഒന്നുമല്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യം എന്നേക്കുമായിട്ട് ഇല്ലാതാവും. വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യ രാജ്യമാവും. അതിനു വേണ്ടിയിട്ടാണ് BJP കളിക്കുന്ന നാടകം. അതായത് വിദ്യാഭ്യാസമുള്ളവർ, പഠിച്ച് പാസ്സായവർ വന്നാൽ BJPക്ക് വോട്ടിടില്ല എന്ന് BJPക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാടകളി കളിക്കുന്നത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ജാതി മതം ഒന്നും നോക്കാതെ ഈ സമരം ചെയ്യുന്നവർക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.